രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കും ഈ വിഷയത്തെടുത്ത് മുന്നോട്ട് വരുമ്പം അതും കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ കൊന്നത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛിയായ ഇന്ദിരാഗാന്ധിയും അവരുടെ അപ്പനായ ജവഹർലാൽ നെഹ്റുവായിരുന്നു. 1957 ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർക്കാരിനെ EMS സർക്കാരിനെ വിമോചന സമരത്തിന്റെ പേരിൽ രാഷ്ട്രപതിയെ കൊണ്ട് പുറത്താക്കിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അതിനുശേഷം എത്രയോ സംസ്ഥാന സർക്കാരുകൾ ഭരണഘടനയുടെ അകത്തുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് എത്രയോ അവർക്ക് തോന്നുന്ന സംസ്ഥാന സർക്കാരുകൾ കോൺഗ്രസ് ഇതര സർക്കാരുകൾ എല്ലാം പിരിച്ചുവിടുകയായിരുന്നു. ഒരുപാട് ചരിത്രമുണ്ട് നമ്മുടെ മുമ്പിൽ. സത്യത്തിൽ ഇതൊരു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു മാനസാന്തരത്തിന്റെ വഴിയെ കൂടെ പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഈ വൃത്തികേടുകൾ ജനാധിപത്യ വിരുദ്ധത കാണിച്ചിട്ടുള്ള പാർട്ടി ആരാന്ന് ചോദിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അടിയന്തരാവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരു ഭീകരമായ കാലഘട്ടത്തിലുള്ള അതിനുശേഷം നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല. ഇപ്പൊ അങ്ങനെ സംസ്ഥാന സർക്കാരുകളൊന്നും പിരിച്ചുവിടുന്നില്ല. അങ്ങനത്തെ രീതിയിലേക്കൊന്നും പോകുന്നില്ല. ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സംഭവങ്ങൾക്കകത്ത് പൊളിറ്റിക്കലി ഉള്ള ഗെയിമൊക്കെ കളിക്കുമ്പോഴും ഈ പരിപാടിയിലോട്ട് പിരിച്ചുവിടുന്ന പരിപാടിയിലോട്ട് സംവിധാനത്തിലേക്ക് പോകുന്നില്ല.